ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ, ആ സീതയുടെ കാര്യം പറയാനായിരുന്നു. അവരുടെ എന്ത് കാര്യം പറയാൻ? എഫ്ഐആർ ഇട്ടില്ലേ? സാർ, അതെന്താ? സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. സംസാരശേഷിയില്ലാത്ത അവരും മകളും മാത്രമേ ഉള്ളൂ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ അവിടെ അവര് ജോലിക്ക് നിൽക്കുന്നത്. മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതാ. പാവങ്ങളാ സാർ. പാവങ്ങളോ? അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. എന്ന് മുതലാ അശോക പ്രതിയുടെ സാഹചര്യവും സ്വഭാവവും നോക്കി കേസെടുക്കാൻ തുടങ്ങിയത്? ഒരു പെറ്റീഷൻ കിട്ടിയാൽ അന്വേഷിക്കും, തെളിവ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യും. ഇത് മോഷണ കേസാ. തൊണ്ടിയും അവളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറം മറ്റൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കോ അശോകനോ ഇല്ല. അത് പിന്നെ സാർ, ശരിക്കും ഇതൊരു കള്ളക്കേസാ. ഇവരെ കൊടുക്കാൻ പരാതിക്കാരി മനഃപൂർവ്വം ചെയ്തതാ. അപ്പോ കള്ളക്കേസിന് ഞാനും കൂട്ടു നിൽക്കുവാണെന്നാണോ അശോകൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല സാർ. പിന്നെ എങ്ങനെയാണ് സാർ? നിങ്ങളുടെ സീനിയോറിറ്റിയും പ്രായവും കണക്കിലെടുത്താ ഞാൻ മാന്യമായി സംസാരിക്കുന്നത്. അത് ദുരുപയോഗം ചെയ്യരുത്. അശോകൻ പോയി 379 വകുപ്പൊക്കെ ചേർത്ത് ഒരു എഫ്ഐആർ ഇട്ടിട്ടുവാ. എന്നിട്ട് പ്രതിയെ ഹാജരാക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. സാർ, സാർ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. സാർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജോർജ് സാറില്ലേ, ആ ജോർജ് സാറിന്റെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ഉണ്ട് കേസ് രജിസ്റ്റർ ചെയ്യരുതെന്ന്. ജോർജ് സാറിന്റെയോ? അദ്ദേഹം ഈ കേസുമായിട്ട് എന്താ ബന്ധം? അതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ഒരു കാര്യം പറഞ്ഞാ ചെയ്തില്ലെങ്കിൽ സാറിന് അറിയാലോ. എന്ന് പറഞ്ഞാ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ? അങ്ങനെയങ്ങ് ഇറക്കിവിടാൻ പറഞ്ഞാൽ എങ്ങനെയാ? എന്നോട് പറയാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. അല്ല, സാറിന് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുട്ടമ്പിള്ള സാറിനെ വിളിച്ചു തരാം. അദ്ദേഹം കോൺഫറൻസ് കാളിൽ ജോർജ് സാറിനെ കണക്ട് ചെയ്ത് തരും. അയ്യോ, അത് വേണ്ട. ആ, സാർ, ഇത് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത സീതയുടെ ജാമ്യാപേക്ഷയാണ്. താനാണോ ജാമ്യം എടുക്കുന്നത്? അല്ല സാർ, അതിൽ ഒരു കത്തും കൂടിയുണ്ട്. കത്തോ? എന്ത് കത്ത്? വക്കീൽ വരാതെയാണോ ജാമ്യാപേക്ഷ? സാർ, ആ കത്തിലെ പേരൊന്ന് വായിച്ചാ സാറിന് മനസ്സിലാവും. ഇത് കേസാക്കിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും സാറേ. എങ്കിലാ പേരൊന്ന് വായിക്കണമല്ലോ. അഡ്വക്കേറ്റ് ഭഗവാൻ. തുറന്നുവിട്.
സ്വാമി ശരണം ഭഗവാനെ. കേസെന്തായി? ആന്റി അവരെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അല്ലേ? ആരാ ജാമ്യം എടുത്തുന്നത്? കൂടുതലൊന്നും ചോദിക്കണ്ട. ഇവിടെയുള്ള മറ്റാരെയും ഞാൻ നോക്കുന്നില്ല. പക്ഷെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സ്റ്റേഷൻ വരെ ഒന്ന് വരൂന്ന് കരുതി. എന്ത് സഹായത്തിനും താൻ കാണുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങനെ കരുതിയത്. ഇപ്പൊ മനസ്സിലായി അതെന്നെ കളിയാക്കി പറഞ്ഞതാണെന്ന്. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാവും. അത്രയും മാത്രം താൻ ഓർത്തിരുന്നാ മതി. വാ അമ്മേ. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അത് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. അമ്മ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. വാ. നീക്ക്. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് വിശപ്പില്ലാന്നും പറഞ്ഞ് കിടക്കുമായിരുന്നു.